മുനമ്പത്തെ പ്രശ്നങ്ങളെ സാമുദായിക വിഷയത്തിനപ്പുറം ജനങ്ങളുടെ അടിസ്ഥാന നീതിയുടെയും അവകാശങ്ങളുടെയും വിഷയമായി കണ്ട ശാശ്വതമായി പരിഹരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സ്വത്തര നടപടികൾ സ്വീകരിക്കണമെന്ന് ഇന്റർ ചർച്ച് കൗൺസിൽ ആവശ്യപ്പെട്ടു. വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ ശാസ്ത്രീയമായ സംവിധാനങ്ങൾ അടിയന്തരമായി നടപ്പിലാക്കണമെന്നും കൊച്ചി പാലാരിവട്ടം POCയിൽ ചേർന്ന കൗൺസിൽ യോഗം അഭ്യർത്ഥിച്ചു. സർക്കാരുകൾ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പാക്കണം. വന്യമൃഗങ്ങളുടെ വംശവർദ്ധനവ് ശാസ്ത്രീയമായി നിയന്ത്രിക്കണം. യുവജനങ്ങളുടെ ഇടയിൽ വർദ്ധിക്കുന്ന അക്രമവാസനയും ആത്മഹത്യാ പ്രവണതയും ആശങ്കാജനകമാണ്. സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള വികലമായ കാഴ്ചപ്പാട്, കുടുംബ ബന്ധങ്ങളിലെ ശിഥിലീകരണം, മദ്യത്തിന്റെയും മറ്റ് ലഹരിയുടെയും ഉപയോഗം, ചെറിയ പ്രായത്തിലെ അപക്വമായ പ്രണയബന്ധങ്ങൾ, സമൂഹമാധ്യമങ്ങൾ വഴി പ്രചരിക്കപ്പെടുന്ന തെറ്റായ സന്ദേശങ്ങൾ, സ്വഭാവ രൂപീകരണത്തിന് ഊന്നൽ നൽകാത്ത വിദ്യാഭ്യാസ സമ്പ്രദായം മുതലായവയും കാലഘട്ടം നേരിടുന്ന പ്രതിസന്ധികളാണ്. ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ സർക്കാരും മതങ്ങളും സഭ, സമുദായ സാംസ്കാരിക സംഘടനകളും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണമെന്നും ഇന്റർ ചർച്ച് കൗൺസിൽ ആഹ്വാനം ചെയ്തു. കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി അധ്യക്ഷത വഹിച്ചു. വിവിധ സഭകളിൽ നിന്നായി മെത്രാപ്പൊലിത്തമാരായ മാർ ഔഗിൻ കുര്യാക്കോസ് മാർ സേവറിയോസ്, കുര്യാക്കോസ് മോർ തെയോഫിലോസ്, യുവന്നാനോർ മോർ പോളികാർപ്പസ്, ഫാദർ സ്റ്റീഫൻ കുളത്തുകാരോട്ട്, റവറ ഡോക്ടർ ജോർജ് മടത്തിപ്പറമ്പിൽ, ഫാദർ സൈമൺ ജോസഫ്, ഫാദർ തോമസ് ഉറുമ്പിത്തടത്തിൽ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. കൗൺസിലിന്റെ അടുത്ത യോഗം 2026 ജനുവരി 13 കൊല്ലത്ത് നടക്കും. ഷെക്കീന ന്യൂസ്, കൊച്ചി.